ഫഹദ് ഫാസിൽ കൊരങ്ങനാണ്. ഫഹദ് ഫാസിൽ ഒരു മൊട്ടത്തലയനാണ്. ഇവന്റെയൊക്കെ സിനിമ ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ എന്നുള്ള ഒരാള് സൂപ്പർ സ്റ്റാർ ആണ് മലയാള സിനിമയെങ്കിൽ പിന്നെ നമ്മളെ വ്യൂവേഴ്സിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഹലോ ഗൈസ്, ഞാനിത് ഫസ്റ്റ് ഞാൻ അധികം പ്രിപ്പറേഷനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടു. ഓക്കെ, ഇറ്റ് വാസ് സോ റാൻഡം. ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് എന്നെക്കൊണ്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ അതിൽ പറയുന്നത് ഫഹദ് ഫാസിൽ കൊരങ്ങനാണ്. ഫഹദ് ഫാസിൽ ഒരു മൊട്ടത്തലയനാണ്. ഇവന്റെയൊക്കെ സിനിമ ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ എന്നുള്ള ഒരാള് സൂപ്പർ സ്റ്റാർ ആണ് മലയാള സിനിമയെങ്കിൽ പിന്നെ നമ്മളെ വ്യൂവേഴ്സിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതാണ് ആ ഒരു ക്രിട്ടിക്കൊന്നും പറയാൻ യോഗ്യതയില്ല. അത്രത്തോളം ഞാൻ കണ്ടിടത്തോളം ഞാൻ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് വേറെ ആരുമല്ല, ഇദ്ദേഹത്തിന്റെ പേരാണ് KRK. ഓക്കെ, അയാളുടെ ഫുൾ നെയിം എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ നോക്കിയില്ല. ഓഫ് കോഴ്സ് ഇറ്റ്സ് കുറച്ച് ലോങ് നെയിമാണ്. സോ KRK നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പുള്ളിയുടെ തുടക്കത്തിലുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ടാവും ഡിസ്ക്ലെയിമറൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഡിസ്ക്ലെയിമറൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു വ്യക്തിനെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തികച്ചും യാദൃശ്ചികം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പല മൂവീസിന്റെ മുന്നിലൊക്കെ ഡിസ്ക്ലെയിമർ കാണില്ല. അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ വീഡിയോ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരന്റെ വീഡിയോയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്ട്ലി ഇറ്റ്സ് ലൈക്ക് ഒരു കഴമ്പുമില്ല. നമ്മളെ ഒരു പേഴ്സണൽ അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇത്രയും താഴ്ന്ന് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ആള് കുറച്ചെങ്കിലും ഒരു കഴമ്പുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പിന്നെയും ദഹിക്കും നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക്. പക്ഷെ ഇത് ഒട്ടും ഒരു യാതൊരു കഴമ്പില്ലാത്ത സാധനം ഇങ്ങനെ വെറുതെ പറന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഈ വ്യക്തി. സോ ഞാൻ അധികം നീട്ടുന്നില്ല, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് എക്സാക്ട് വേർഡ്സ് പുള്ളിക്കാരൻ പറഞ്ഞത്. मलयालम फिल्मों के एक्टर फहद फासिल के बारे में हमारे बॉलीवुड में भी कुछ 2.5 फीट 3 इंच के हीरो हैं, जैसे कि वरुण धवन, शाहिद कपूर. छोटे छोटे हाथ है, छोटे छोटे पैर हैं. लेकिन भाई साहब, अगर इनको इस फासिल से कंपेयर किया जाए तो आप ये समझिए कि ये रावण है और वो बंदर है. Seriously? സീരിയസ്ലി ബ്രോ. ഓക്കെ, സോ ഹീസ് ബോളിവുഡ് സിനിമകളുടെ റിവ്യൂസ് ചെയ്യാറുണ്ട്. ഓരോരോ കാര്യങ്ങളെ പറ്റി പറയാറുണ്ട്. റിവ്യൂസ്, റിയാക്ഷൻ എല്ലാം ചെയ്യാറുണ്ട്. സോ ഇവർ പറയുന്നത് കുറച്ച് വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. ബോളിവുഡ് ആക്ടേഴ്സിന്റെ കുറച്ച് പേര് പറയുന്നത്, അതായത് ആ ബോളിവുഡ് ആക്ടേഴ്സിന്റെ ചെറിയ ചെറിയ കൈകള്, ചെറിയ ചെറിയ നീളം കുറഞ്ഞ കാലുകള്, അവരെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിലിനോട്, അവര് രാവണന്മാരാണെങ്കിൽ ഫഹദ് ഫാസില് ബന്ദർ ജേസ മീൻസ് കൊരങ്ങന് തുല്യാണെന്ന്. എന്താ ഗടി, എന്ത് വിചാരിച്ചോണ്ട് ഇങ്ങനെ പറയണേ? കുറച്ചൊക്കെ ബെല്ലും ബ്രേക്കൊക്കെ ആകാം, അത് നല്ലതാണ്. ബാക്കി ഇനി ഇനി ബാക്കിയും കൂടെ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. इस फहद फासिल की हाइट 1.5 फीट से ज्यादा नहीं है और वजन तकरीबन 30 किलो है. और भाई साहब ऊपर से टकला भी है, लेकिन इसके बावजूद भी ये मलयाली फिल्मों का बड़ा सुपरस्टार है. अब आप अंदाजा लगा सकते हैं कि जो मलयालम फिल्मों के देखने वाले हैं उनको कैसे एक्टर पसंद आते हैं. കഷണ്ടിയാണ്. എന്നിട്ടും മലയാളത്തിൽ ഇയാള് സൂപ്പർ സ്റ്റാർ ആണ് എങ്കിലൊന്ന് ആ മലയാളം വീക്ഷകരുടെ, അതായത് നമ്മൾ ഓഡിയൻസിന്റെ ഒരു നിലവാരം നോക്കൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സ്വയം എന്തെങ്കിലും? ഓക്കെ, ഞാൻ അവിടെ അത്രയ്ക്കും അങ്ങോട്ട് പോകുന്നില്ല. ബിക്കോസ് അദ്ദേഹം താഴ്ന്ന അത്ര നിലവാരം താഴാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പം എടോ സുഹൃത്തെ, നിങ്ങളൊരു റിവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ചാനൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിന് കുറച്ചെങ്കിലും ഒരു സത്യസന്ധത
പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിപ്പം നിങ്ങൾ ഒരാളുടെ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് നിങ്ങൾ അയാളുടെ അഭിനയ കഴിവിനെ, മികവിനെ, ഒരു ഫുൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ ഇത്രയും വില കുറച്ച് അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് പറയാൻ, ബ്രോ സീരിയസ്ലി ഗ്രോ അപ്പ്. ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു 40-40 അടുത്തുണ്ട്. ഇത്രയായിട്ടും ഇത്രയും ഒരു പ്രായം വന്നിട്ടും ഓരോരോ കാര്യങ്ങളുടെ വീക്ഷണം അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വ്യൂ ഇതുവരെ ഇത്രയും താഴ്ന്നിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വെറും ചാനലിൽ ഇങ്ങനെ വെറും വ്യൂസും എന്താ പറയുക ലൈക്സിനും വേണ്ടി മാത്രമാണ് കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണെങ്കിൽ മസാല ഇടുക എന്നൊക്കെ പറയില്ലേ, മിർച്ച് മസാല, അതായത് കുറച്ച് മസാലയൊക്കെ കൂട്ടി പറയുക എന്നുള്ള, എരിവും പുളിയും കൂട്ടി പറയുക എന്നുള്ള, അതാണ് കവി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിടുന്ന മസാല അല്ലെങ്കിൽ എരിവും പുളിയും ഇത്തിരി കൂടുതലാണ്. ഇത് അവസാനം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി കേൾക്കാം. आप यकीन कीजिए इसकी पर्सनालिटी उतनी ही गजब की है जितनी राजपाल यादव. ഓക്കെ, വേറൊരു ആക്ടറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഫഹദ് ഫാസിലിനെ രാജ്പാൽ യാദവ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ, നമ്മൾ ഈ മൺചിത്രത്താഴിന്റെ ബുൽബുലയൊക്കെ ചെയ്തിട്ടില്ലേ, അതിലൊരു കോമഡി ആക്ടർ വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനോട് താരതമ്യം ചെയ്യാണ് നമ്മൾ ഫഹദ് ഫാസിലിനോട്. ഇതൊക്കെ കേട്ടിട്ടേ ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്നോ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല, സീരിയസ്ലി. कुछ दिनों पहले इसकी एक मलयालम फिल्म रिलीज हुई जिसका नाम है आवेशम, और भाई साहब ये फिल्म सुपरहिट हो चुकी है. इस फिल्म की तारीफ नयनतारा ने भी की है, इस फिल्म की तारीफ खिजौनी समांथा ने भी की है, और भी बहुत सारे एक्टर हैं जो इस फिल्म की बहुत तारीफ कर रहे हैं. कहने का मतलब ये है कि फहद फासिल जैसे पर्सनैलिटी के एक्टर भी हो सकते हैं, ऐसे एक्टरों की फिल्म भी लोग देख सकते हैं, और ऐसे एक्टरों की फिल्म भी हिट हो सकती है. भाई साहब कहने का मतलब ये है कि कुछ भी हो सकता है. പുള്ളിക്കാരൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് തീർത്തും ഈ ആവേശം മൂവിന്റെ റിലീസായ അതിനോടനുബന്ധിച്ചാണ്. അപ്പൊ പറയുന്നുണ്ട് നയൻതാരയും സമാന്തയും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂവിനെ. ഈ സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ഇദ്ദേഹം അഭിനയിച്ച ഒരു മൂവി ഹിറ്റാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ സെയിം ഇതിനൊന്നും പിന്നെ എന്തുവാണ് നടക്കാം. ഫഹദ് ഫാസില് അഭിനയിച്ച ഒരു മൂവി ഹിറ്റാവുന്നുണ്ടെങ്കിൽ എന്തും ഹിറ്റാകാം. അത്രത്തോളമേ ഉള്ളൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒരാള് മൂവി സിനിമ എന്താണെന്നോ അഭിനയം എന്താണെന്നോ ഒന്ന് പോയി കാണുക. എന്താണ് അല്ലെങ്കിൽ ഒരു അഭിനയത്തിനോട് നമ്മള് ജസ്റ്റിസ് ചെയ്യാന്നുള്ളത് എന്താന്നൊക്കെ പറയില്ല, അതൊന്ന് കാണുക. അല്ല നിങ്ങള് ഉദ്ദേശിക്കുന്നത് വെറുതെ ഷർട്ട് പൊക്കി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് വെച്ചാല് വയറ്റിൽ എത്ര ബിസ്ക്കറ്റിന്റെ എണ്ണം ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടല്ല അദ്ദേഹത്തിന്റെ ഇയാൾ നല്ല ആക്ടറാണോ അല്ലെങ്കിൽ ചീത്ത ആക്ടറാണോ എന്ന് വിലയിരുത്തുന്നത്. ഓക്കെ, അയാളുടെ അഭിനയ മികവ് കൊണ്ടാണ്. അപ്പോൾ എന്നെ ഒന്നുകൂടെ സർപ്രൈസ് ആക്കിയത് ഇയാളുടെ വീഡിയോ, ഈ പെർട്ടിക്കുലർ വീഡിയോന്റെ താഴെ ഞാൻ പോയി നോക്കി, വല്ല മലയാളീസ് ഇത് കണ്ടോ അല്ലെങ്കിൽ കമന്റ് അടിച്ചോ അല്ലെങ്കിൽ കമന്റ് ഇട്ടിട്ടുണ്ടോ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. പക്ഷെ ഒരു മലയാളീസും ഐ തിങ്ക് ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ റിയാക്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ നോക്കിയത് എല്ലാ കമന്റും ഞാൻ നോക്കിയില്ല. പക്ഷെ നമ്മള് ഫസ്റ്റ് പ്രോപ്പർ മുകളിലുള്ള കമന്റ് നോക്കി, പക്ഷെ ഐ ഡോണ്ട് ഫൈൻഡ് എനി. ഐ മീൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് ഇത് കേട്ടിട്ട് ഇയാൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് എന്തൊക്കെയോ അങ്ങനെ പറയാ, ഒരാളും ഒന്നും പറയാനില്ല, ഒന്നും ചോദിക്കുന്നില്ല. ലൈക്ക് ഞാനൊരു മലയാള സിനിമ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നല്ലൊരു കഥയുള്ള ഒരു സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പലതരത്തിലുള്ള പല ലാംഗ്വേജിലുള്ള മൂവി ഞാൻ കാണാറുണ്ട്. എൻ്റെ ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ സ്റ്റോറി ഉണ്ടോ, നല്ല സ്റ്റോറിയാണോ, അതിലുള്ള ആക്ടേഴ്സ് നന്നായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്ത് ആക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാണ്ട് അയാൾ എങ്ങനെ ഇരിക്കണോ, അയാളുടെ ലുക്സ് എന്താണ്, അയാൾക്ക് 6 പാക്ക് ആണോ അല്ലെങ്കിൽ ഫുൾ പാക്ക് ആണോ അല്ലെങ്കിൽ
വിഗ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. അയാൾ നല്ല ആ ഒരു കഥയ്ക്ക് അനുസരിച്ച് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഡെസിഗ്നേറ്റഡ് ക്യാരക്ടേഴ്സ് ജസ്റ്റിഫൈ ചെയ്ത് അതിൻ്റെ ആക്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ വെൽ അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാനിങ്ങനെ കള്ളത്തരം പറയില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് കള്ളത്തരം പറയില്ല. ഓക്കെ, ഇനി പലർക്കും സംശയം ഉണ്ടോ, ഇയാൾ ആരാ, ഏതാണ് ഈ KRK? ഞാൻ കുറച്ച് അധികം തിരഞ്ഞിട്ടില്ല. കുറച്ച് തിരഞ്ഞതിൽ നിന്ന് മനസ്സിലായത് പുള്ളിക്കാരൻ ഹിന്ദി മൂവീസിൽ കുറച്ച് മൂവീസിൽ തല കാണിച്ചിട്ടുണ്ട്, പക്ഷേ പച്ച പിടിച്ചില്ല. ഇപ്പം കുറച്ച് ഈ യൂട്യൂബ് തുടങ്ങി ഇപ്പോൾ ഇതേപോലെ റിയാക്ഷൻസ് വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ അയാളുടെ ഒരു ട്രെൻഡ് നോക്കണം, ഇടുന്ന വീഡിയോസിലെ മിക്ക വീഡിയോസിലും ഉള്ള കാര്യങ്ങൾ വളരെ ബ്ലണ്ടർ, വളരെ ഒരു നമ്മൾ പറയില്ലേ വെറുതെ അങ്ങോട്ട് എറിയാണ്, എന്താ കുറുക്കി കൊള്ളണത് കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ചുമ്മാതെ അങ്ങ് പലതും പറഞ്ഞു വിടുകയാണ്. ഓക്കെ, ഒരു ഇതുമില്ല. ഇയാളെ വിശ്വസിച്ച് ഇയാളെ സബ്സ്ക്രൈബേഴ്സിനെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു സഹതാപം തോന്നും. കാരണം ഇയാളെ പോലുള്ള ഒരാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അയാൾ പറയുന്നതൊക്കെ കേട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ജെനുവിനായിട്ടുള്ള വ്യക്തിയാണ് റിയാക്ഷൻ ചെയ്യുന്നത്, ജെനുവിനായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഒട്ടും എനിക്ക് ഓക്കെ, ഞാൻ ആ കാര്യം വിട്ടു. അയാളുടെ കുറച്ച് ഈ അഭിനയത്തെ പറ്റിയും കഷണ്ടിയെ പറ്റിയും പറയുന്ന, ഇത്രയും വലിയ വായിൽ പറയുന്ന ഒരാളുടെ ഇയാൾ സ്വന്തമായിട്ട് കുറച്ച് ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്, സിനിമേൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസ് അല്ല, കുറച്ച് 2 ആൽബംസിൻ്റെ വീഡിയോസ് ഞാൻ ഇവരുടെ ഭയങ്കര അത്ഭുതകരമായ ആക്ടിങ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ കണ്ടോളൂ. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്, മകനെ, മലയാളികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാളം സിനിമ ആരാധകർ വെറുതെ ഒരാൾ ഞാൻ ഒരു ആരാധകൻ്റെ ഭാഗത്തുനിന്ന് പറയാം. ഞാനൊരു ആരാധികയാണ്, സിനിമ ആരാധിക്കുന്ന ഒരാളാണ്, സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്നുള്ളൊരു വ്യക്തി നോക്കുന്നത് ആ സിനിമയിൽ നല്ല അഭിനയിച്ചോ, നല്ലതാണോ, അത്രേ നോക്കുള്ളൂ. അല്ലാണ്ട് അയാൾക്ക് 6 പാക്ക് ഉണ്ടോ, അയാൾ കഷണ്ടിയാണോ അല്ലയോ എന്നൊന്നും നോക്കാറില്ല. ഓക്കെ, ആൻഡ് ഇതൊന്നും ഒരു അഭിനയത്തെ ബാധിക്കുന്ന ഘടകമല്ല. പിന്നെ ഓഫ് കോഴ്സ് അപ്പിയറൻസ് മാറ്റർ എവിടെയാണ്? ഒരു ക്യാരക്ടറിന് പറഞ്ഞിട്ടുള്ള, അതായത് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കോളേജ് കുട്ടി അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരു പോയ ആൾ പോയി അഭിനയിക്കില്ലല്ലോ. ആ ഒരു നിബന്ധന മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. ക്യാരക്ടറിന് അനുയോജിച്ച ആക്ട്രസസ് അതിന് നമ്മൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് മലയാളത്തിൽ നല്ല സിനിമകളുണ്ട് മോനെ. നിങ്ങൾ പോയിട്ട് കുറച്ച് നേരം ഫഹദ് ഫാസിലിൻ്റെ മൂവീസ് ഒന്ന് കാണൂ, നിങ്ങളുടെ അഭിനയവും ഒന്ന് കാണൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കി വിലയിരുത്തി കണ്ട് പറഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഹാവ് എ നൈസ് ഡേ.